നമസ്കാരം. ഒമാൻ വാർത്തകൾ. ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒമാനിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങൾ നേരിട്ട വടക്കൻ ഗവർണറേറ്റുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുന്നു. സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരും കൈകോർത്താണ് പ്രവൃത്തികൾ നടത്തുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് മുൻഗണന നൽകിയാണ് പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. വടക്കൻ ഷാർക്കിയ, ബാത്തിന, ബുറൈമി തുടങ്ങിയ ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിൽ റോഡുകളിലെ തടസ്സങ്ങളും വീടുകളിലും കടകളിലും അടിഞ്ഞുകൂടിക്കിടക്കുന്ന ചെളികളും നീക്കുന്ന ജോലിയാണ് വെള്ളിയാഴ്ചയും നടന്നത്. വാരാന്ത്യ അവധിയായതിനാൽ കൂടുതൽ ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കെത്തിയിരുന്നു. പലയിടത്തും റോഡുകൾ തകർന്നു കിടക്കുന്നതിനാൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ പ്രയാസം നേരിടുന്നുണ്ട്. ബുറൈമി ഗവർണറേറ്റിൽ ദുരിതബാധിതർക്ക് അത്യാവശ്യ സാധനങ്ങളും വൈദ്യസഹായവും എത്തിച്ചതായി അധികൃതർ അറിയിച്ചു. റോഡുകളിലേക്ക് വീണ കല്ലുകളും മണ്ണുകളും മുനിസിപ്പാലിറ്റി അധികൃതരുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നീക്കി. പ്രധാന പാതകളെല്ലാം ഗതാഗതയോഗ്യമാക്കി വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. വീടുകളിൽ ചെളികളൊക്കെ പലതിലും നീക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവയിൽ താമസം തുടങ്ങുന്നതിന് ദിവസങ്ങൾ എടുക്കേണ്ടി വരും. അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിച്ചവരിൽ ഭൂരിഭാഗം പേരും വീടുകളിലേക്ക് മടങ്ങിയെത്തി. കനത്ത മഴയെ തുടർന്ന് 4-5 ദിവസം പലയിടത്തിലും കടകളും മറ്റും വാണിജ്യ സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. എന്നാൽ വെള്ളിയാഴ്ച ഇവയിൽ ഭൂരിഭാഗവും തുറന്നു പ്രവർത്തിച്ചത് സാധാരണക്കാർക്ക് ആശ്വാസമായി. റോയൽ ഒമാൻ പോലീസ്, നേവി, സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ്, വിവിധ മുനിസിപ്പാലിറ്റികൾ തുടങ്ങിയവയുടെ ഏകോപനത്തിൽ സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് ദുരിതാശ്വാസ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കനത്ത മഴയിൽ രാജ്യത്ത് 21 പേരുടെ ജീവനുകളാണ് പൊലിഞ്ഞത്. ഇവയിൽ പകുതി പേരും കുട്ടികളാണെന്നതാണ് ഏറെ സങ്കടകരം. കണ്ടെത്താനാകാത്ത 2 വ്യക്തികൾക്കായി തിരച്ചിൽ തുടരുന്നെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ഏറെ നാശനഷ്ടങ്ങളുമായി സിനാസ്. കഴിഞ്ഞ ദിവസം സിനാസിൽ പെയ്തിറങ്ങിയ മഴ കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിയത്. ഇതുപോലെ നാശനഷ്ടങ്ങൾ വിതച്ച മഴ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കനത്ത മഴയിൽ റോഡും പാലങ്ങളും വീടുകളും എല്ലാം തകർന്നു. മഴ കാരണം ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ജലവിതരണം തടസ്സപ്പെടുകയും ചെയ്തു. ഇത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. വാർത്താവിനിമയ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് കാരണം പല മേഖലകളും ഒറ്റപ്പെട്ടു. താമസയിടങ്ങളിൽ വെള്ളം കയറിയത് കനത്ത നാശനഷ്ടങ്ങളാണ് വരുത്തിവെച്ചത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടുവന്നതായി താമസക്കാർ പറയുന്നു. വീട്ടിനുള്ളിലുള്ളതെല്ലാം മഴ കൊണ്ടുപോയതായി സിനാസിനടുത്ത അക്കറിൽ താമസിക്കുന്ന മലയാളി കുടുംബം പറഞ്ഞു. മഴ വീട്ടിനുള്ളിൽ അടിച്ചു കയറിയിരുന്നു. ഇപ്പോഴും വീട്ടിൽ ചെളിയും മണ്ണും നിറഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ സൂക്ഷിച്ചിരുന്നതെല്ലാം നശിച്ചുപോയി. ഒഴിഞ്ഞ സ്ഥലമായതിനാൽ അരിയും ഭക്ഷണ സാധനങ്ങളുമെല്ലാം കരുതി വയ്ക്കുമായിരുന്നു. മഴയിൽ ഇതെല്ലാം നശിച്ചു. വീട്ടിലുണ്ടായിരുന്ന 2 ഫ്രിഡ്ജുകളും കേടുവന്നു. തയ്യൽ മെഷീൻ, വാഷിംഗ് മെഷീൻ എന്നിവയെല്ലാം വെള്ളത്തിൽ ഒലിച്ചുപോയതായി അവർ പറഞ്ഞു. തുടർച്ചയായ മഴയിൽ തുണികളും വസ്ത്രങ്ങളും മണ്ണിൽ കുതിർക്കുകയും കേടുവരികയും ചെയ്തു. മഴ കനത്തതോടെ ഭക്ഷണത്തിനും പ്രയാസം നേരിട്ടു. വസ്ത്രങ്ങൾ നശിച്ചതിനാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയാണ് തങ്ങളുടേതെന്നും അവർ പറഞ്ഞു. കനത്ത മഴയിൽ നിർത്തിയിട്ട വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. 12 വർഷങ്ങളിലധികമായി തങ്ങളിവിടെ താമസിക്കുന്നുവെന്നും ഇത്തരം അനുഭവം ആദ്യമായാണെന്നും അവർ പറഞ്ഞു. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും വെള്ളം ഇരച്ചു കയറുന്നതിൻ്റെ ദൃശ്യങ്ങളിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മഴയിൽ നിരവധി റോഡുകൾ ഒലിച്ചുപോയതായും തെരുവുകൾ വെള്ളത്തിലാവുകയും ചെയ്തു. ചില പാലങ്ങളും ഒലിച്ചുപോയി. നിരവധി തോട്ടങ്ങൾക്കും കാർഷിക ഇനങ്ങൾക്കും നാശം സംഭവിച്ചിട്ടുണ്ട്. മേഖലയിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്കും വൻ നഷ്ടമാണ് മഴ വരുത്തിവെച്ചത്. മഴവെള്ളം മൂലമുണ്ടാകാവുന്ന നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ നടപടിയെടുക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നവരുണ്ട്. നിലവിലെ വാദികൾക്ക് ആഴം കൂട്ടണമെന്നും വെള്ളം ഒഴുകിപ്പോകാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് പലരും പറയുന്നത്. ജനവാസ മേഖലകൾക്ക് സമീപമുള്ള വാദികളിൽ കല്ല് പതിക്കുന്നതിനോടൊപ്പമുള്ള പരിഷ്കാരങ്ങളും നടത്തണം. നഗരങ്ങളിൽ കൂടുതലും പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. എല്ലാ നഗരങ്ങളിലും വാദിയും ജലവും ഒഴുകിപ്പോകാനുള്ള സൗകര്യവും വാദികൾക്ക് ആവശ്യമായ സ്ഥലങ്ങൾ ഒഴിച്ചിടുകയും വേണമെന്നും പറയുന്നവരുണ്ട്. വെള്ളത്തിന് സുഗമമായി ഒഴുകിപ്പോകാനും അത് സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ മൂലമുള്ള നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയുകയും ചെയ്യും. റോഡുകളുടെയും പാലങ്ങളുടെയും മറ്റും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും വീടുകളും താമസയിടങ്ങളും നശിച്ചവർക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് മഴ വരുത്തിവെച്ചത്. കണ്ണൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിൽ നിര്യാതനായി. തലശ്ശേരി മാഹിൻ അലി സാഹിബ് റോഡിലെ ആമിനാസിൽ താമസിക്കുന്ന വയൽപുരയിൽ ഫാറൂഖ് 76 വയസ്സാണ് വർക്കയിൽ മരിച്ചത്. തലശ്ശേരിയിൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറായിരുന്നു. കൊല്ലം സ്വദേശി ഹൃദയാഘാതം മൂലം നിര്യാതനായി. കൊല്ലം അടിച്ചനെല്ലൂർ സ്വദേശി സലീംകുട്ടി ഇബ്രാഹിംകുട്ടി 54 വയസ്സാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. മസ്കറ്റിലെ ഗാലയിൽ 6 വർഷമായി പെട്രോൾ പമ്പിൽ ജോലി ചെയ്തു വരികയായിരുന്നു. പിതാവ് ഇബ്രാഹിംകുട്ടി, മാതാവ് ജമീല, ഭാര്യ നസീമ, മക്കൾ ഷാഫി, സെലീന, സൗമ്യ എന്നിവരാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്ന്
ICF വെൽഫെയർ സമിതി അറിയിച്ചു. ഒമാൻ ഫൈനലിൽ. ACC പ്രീമിയർ കപ്പ് 2020 ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഫൈനൽ ബർത്ത് ഉറപ്പിച്ച് ഒമാൻ. ഇന്നലെ നടന്ന സെമി പോരാട്ടത്തിൽ ഹോങ്കോങ്ങിനെ 5 വിക്കറ്റിന് കീഴ്പ്പെടുത്തിയാണ് ആതിഥേയർ ഫൈനൽ പ്രവേശനം രാജകീയമാക്കിയത്. നാളെ നടക്കുന്ന ഫൈനലിൽ ഒമാൻ UAE നേരിടും. സെമി മത്സരത്തിൽ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും തിളങ്ങിയ ആഷിഫ് ഇല്യാസിൻ്റെ പ്രകടനത്തിൻ്റെ ബലത്തിലാണ് ടീം അനായാസം ജയമുറപ്പിച്ചത്. അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടി ഒമാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഹോങ്കോങ് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 130 റൺസ് എടുത്തു. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഒമാൻ 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 132 റൺസ് എടുത്ത് വിജയം കുറിച്ചു. ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ നേപ്പാളിനെ 6 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചാണ് UAE ഫൈനലിൽ ഇടം നേടിയത്. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന ലൂസേഴ്സ് ഫൈനലിൽ നേപ്പാൾ ഹോങ്കോങ്ങിനെ നേരിടും. നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വടകര സ്വദേശി വിമാനത്തിൽ മരണപ്പെട്ടു. ഒമാനിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വടകര സ്വദേശി വിമാനത്തിൽ മരിച്ചു. വടകര സഹകരണ ഹോസ്പിറ്റലിന് സമീപം ചന്ദ്രിക ആശീർവാദ് വീട്ടിൽ സച്ചിൻ 42 വയസ്സാണ് മരണപ്പെട്ടത്. വിമാനം ലാൻഡ് ചെയ്യാൻ 1 മണിക്കൂർ ശേഷിക്കെ ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. മസ്കറ്റിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനത്തിലായിരുന്നു യാത്ര തിരിച്ചിരുന്നത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ശേഷം അടിയന്തര പരിശോധന നടത്തി മെഡിക്കൽ സംഘമാണ് മരണം സ്ഥിരീകരിച്ചത്. അൽമറായിയുടെ സുഹാർ ബ്രാഞ്ചിൽ സെയിൽസ് സൂപ്പർവൈസറായി ജോലി ചെയ്തു വരികയായിരുന്നു. 2 വർഷം മുമ്പാണ് സുഹാറിലെത്തിയത്. ഇതിനു മുമ്പ് സൗദിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പിതാവ് സദാനന്ദൻ, ഭാര്യ ഷെർലി, മകൻ ആരോൺ സച്ചിൻ എന്നിവരാണ്. ഇതോടെ ഈ വാർത്ത അവസാനിക്കുന്നു. അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.